ശ്യാമേ, ഞാൻ കരുതിയത് മോളെ കണ്ട ദിവസമാവുമ്പോ ശ്യാമ നല്ല സന്തോഷത്തിലാവുന്ന. സന്തോഷിക്കാനുള്ളതൊന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി. ഇപ്പോഴൊന്നും അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. ഇതുവരെയുള്ള പ്രാർത്ഥന എന്തായിരുന്നു? അവള് സുരക്ഷിതയായിരിക്കണം, സന്തോഷായിരിക്കണം എന്നൊക്കെയല്ലേ? അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. എത്ര സന്തോഷത്തോടെയാ ആ അച്ഛനും അമ്മയും അവളെ കൊണ്ടു നടക്കുന്നത്. അതില് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പ്രസവിച്ച അമ്മ മുമ്പിൽ വന്നു നിന്ന എന്തെന്ന് ചോദിച്ചപ്പോ അതിനുള്ള അവളുടെ മറുപടി ഉണ്ടല്ലോ, അതെന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ആ അമ്മ മുമ്പിൽ വന്നു നിന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? അതൊന്നും നല്ല ചോദ്യങ്ങളായിരിക്കില്ല. അവളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ അതിൽ കാണും. നോക്ക്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ശ്യാമേ. രാധിക നല്ല കുട്ടിയാ. ആരുമില്ലാത്ത അവൾക്ക് ഒരു ജീവിതം കൊടുത്തവർക്ക് വേണ്ടി അവള് തന്നെ സമർപ്പിച്ചിരിക്കുക. തനിക്ക് കൂടി ഞാൻ ടിക്കറ്റ് എടുത്ത് കൂടെ കൊണ്ടുപോകുന്നോടെ താൻ പറയുന്നൊന്നും ഞാൻ അനുസരിക്കില്ല എന്നല്ല. ശ്രീകൃഷ്ണപുരം എന്റെ നാടാ. ഇവിടെ എന്നെ ഒരാൾക്കും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളത് എന്റെ ധൈര്യമാ. പക്ഷേ എനിക്കൊരു പരിചയമില്ലാത്ത ദേശത്തോട്ട് പോയാ എന്നെ ചതിക്കാൻ നിങ്ങൾക്ക് എളുപ്പോ? അതൊന്നുമില്ല. തൽക്കാലം ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗം നമ്മൾ ഒന്നിച്ചുള്ള ഈ യാത്രയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അത് കഴിയില്ല. എനിക്ക് എന്റെ ഭാവി നോക്കിയേ പറ്റൂ. എടോ ദേ നോക്ക്, അവിടെ ചെന്നിട്ട് താൻ പറഞ്ഞ പണം ഞാൻ തരാം. തിരിച്ചു പോരാനുള്ള ടിക്കറ്റും എടുത്തു തരാം. ദേ ഇവിടെ വന്ന് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തനിക്ക് സഞ്ചരിക്കാം. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും താൻ എസ്റ്റാബ്ലിഷ് ആവുമ്പോഴേക്കും ഇവിടെ എല്ലാവരും കാര്യങ്ങൾ അറിയും. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഒരുപാട് ദൂരെ ആയിരിക്കില്ലേ? ഐഡിയ നല്ലതാ. പക്ഷേ ചതിക്കപ്പെടില്ല എന്ന് എന്താ ഉറപ്പ്? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ കൂടെ വരണമെങ്കിൽ പോകുന്നതിന് മുൻപ് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിരിക്കണം. അതെനിക്ക് ബോധ്യപ്പെട്ടാ ഞാൻ കൂടെ വരാം. മതി. ദേ നമ്മളെ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പേ തന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കും. എന്നിട്ടേ താൻ ഫ്ലൈറ്റിൽ കയറുന്നുള്ളൂ. ഓക്കെ. അപ്പൊ മറ്റാരും അറിയാതെ സൗകര്യപൂർവ്വം നമുക്ക് പിരിയാം. ദേ എനിക്കിനി ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല. നമുക്കിടയിൽ ഇനി മറ്റൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. ഓക്കെ, എനിക്ക് സമ്മതം. പക്ഷെ ഇനി ഒരു അവധി പറയോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ ചെയ്ത ആ നിമിഷം ഞാൻ ഇതെല്ലാം കൂടി അവസാനിപ്പിക്കും. മറക്കണ്ട. ശരി, അർഹതയില്ലാത്ത പണം കൈകൊണ്ട് തൊടില്ലെന്ന് അവള് പറഞ്ഞത്. അർഹതയുണ്ടല്ലോ, ഞാനല്ലേ തന്നത്. അത് അവൾക്കറിയില്ലല്ലോ ശ്യാമേ. ആ, രാധികമോൾ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്താ? ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോന്ന്. ചെറിയ ശമ്പളം മതി, ഒരു ജോലി അത്യാവശ്യമാണെന്നാ പറഞ്ഞേ. ശരി, ഏത് ജോലി ഇപ്പൊ മോക്ക് കൊടുക്കുക? ഏതെങ്കിലും കമ്പനിയിലോ മറ്റോ ജോലി ശരിയാക്കാം. പക്ഷേ അവൾ അധികം പഠിച്ചിട്ടൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ?
എന്റെ കൂടെ വിളിച്ചു നിർത്താനും പറ്റില്ല. എന്താ ഇപ്പൊ ചെയ്യാ? മോള് നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും, അതിമനോഹരായിട്ട് നൃത്തവും ചെയ്യും. ആണോ? ഉം. ആ നാട്ടിലെ ആരോട് ചോദിച്ചാലും രാധികമ്മളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? ശ്യാമ പുതിയതായിട്ട് തുടങ്ങുന്ന ആ മ്യൂസിക് സ്കൂളില്ലേ, അവിടെ പഠിപ്പിക്കാൻ വിളിച്ചാലോ രാധികെ? പാട്ടും നൃത്തവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് പഠിപ്പിക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നല്ല കാര്യ. അതാവുമ്പോ മോൾ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. എനിക്ക് നേരിട്ട് കാണുകയും ചെയ്യാലോ. അതൊക്കെ കാണാം, പക്ഷെ അപ്പോഴും നേരിട്ട് പറ്റില്ല. അതും ശ്യാമയുടെ രൂപം കണ്ടാൽ തന്നെ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ശ്യാമയോട് അവൾ ചോദിക്കുന്ന പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ അതെത്ര കഠിനമായിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. വേണ്ട, നേരിട്ട് കാണണ്ട. അല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കാം. പക്ഷേ ഇത് ചേച്ചി ഫിക്സ് ചെയ്തോളൂ. രാധിക മോളെ നമ്മുടെ മ്യൂസിക് സ്കൂളിന്റെ ടീച്ചറായിട്ട് വിളിക്കാം. അമ്മയുടെ സ്കൂൾ പഠിപ്പിക്കാനെത്തുന്ന മകൾ. ആദ്യം പഠിപ്പിക്കുന്നു, പിന്നെ ഓരോ ചുമതലകളായി അവളെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവളെല്ലാം നോക്കി നടത്തട്ടെ. അപ്പോഴും ഐശ്വര്യയുടെ ഭീഷണി ഉണ്ടാവില്ലേ?